സീതാദേവി രാമനോട് പറയാണ്, ഞാൻ അന്നിലൂടെ വരികയാണ്. അപ്പൊ പറയുന്നു, എന്റെ ഗതികേട് എന്നോട് ഇരിക്കട്ടെ, കാരണം ഇതൊക്കെ എന്റെ ലീലയാണ്. എനിക്ക് വനത്തിൽ പോയേ പറ്റൂ. കാരണം എന്റെ അച്ഛന് എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചാൽ അത് എന്റെ അച്ഛനാണ് ദോഷം. കാരണം എന്റെ അച്ഛൻ വളരെ കോംപ്ലിക്കേറ്റഡിലാണ്. രണ്ട് ശാപമുണ്ട് അത് ദശരഥന്. അപ്പൊ അതിൽ നിന്ന് എന്റെ അച്ഛനെ രക്ഷിക്കണമെങ്കിൽ ഞാൻ ഈ വനവാസം പോയേ മതിയാവും. അപ്പൊ സീതാദേവി പറയാൻ പോയിക്കോളൂ, ഞാനും വരാം. അപ്പൊ എന്താ പറയുന്നത്, ഒരു കൗസല്യോട് കുറച്ച് മുമ്പാണ് പറഞ്ഞിട്ട് വന്നത്. അതെന്താ എന്റെ കേസിലില്ല. കൗസല്യക്ക് ശ്രീരാമൻ വളരെ നീറ്റായിട്ട് ഉപദേശിച്ച് ഗർമ്മയോട് വന്നിരിക്കുകയാണ് ഇവിടെ. സീതാദേവി കേട്ടോ എന്താവോ അറിയില്ല. അതേപോലെ പറഞ്ഞു, നിങ്ങളെ പരിചരിക്കട്ടെ, എന്റെ ഉത്തരവാദിത്തമില്ലേ? ആണല്ലേ, ശരി പോവാ. കാരണം ഇവരെല്ലാം കൃത്യമായിട്ട് ബുദ്ധിയോടുകൂടെ സംസാരിച്ചുകൊണ്ട് എന്തായി, സീതാദേവിനെ വനത്തിലേക്ക് വരാൻ വേണ്ടി രാമൻ ഓക്കെ പറഞ്ഞു. അപ്പൊ സീതാദേവി ഓക്കെ ആയി. ആദ്യം രാമൻ വേണ്ട, കാരണം ഇത്രയും സുഖഭോഗത്തിൽ ജീവിച്ച നിനക്ക് എന്തിന്റെ ദുരിതമാണ് എന്റെ കൂടെ ഒന്ന് കാട്ടിൽപ്പെടുക. അപ്പോ സീത പറയാണ്, അതാണ് എന്റെ അയോധ്യ. ഇത് മാതാപിതാക്കളെ എഴുതിയിരിക്കണം. ഭർത്താവ് ഏത് ദുഃഖത്തിലിരിക്കുമ്പോഴും ആ ദുഃഖത്തിൽ പങ്കുചേരലാണ് ഭാര്യയുടെ ധർമ്മം. അവിടെ നിങ്ങള് മണ്ടത്തരം ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഒന്നും പറയാൻ പാടില്ല. ഇതെല്ലാം എറ്റിക്കറ്റ്സ് ഉള്ള ആൾക്കാരുടെ ജീവിത രീതിയാണ്. മാന്യം. സീതാദേവിനെ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത്, സീതാദേവിനെ ശ്രീറാം കല്യാണം കഴിക്കുന്ന സമയത്ത് ദശരഥ മഹാരാജ് പറയാണ്, രാമ നോക്ക് കേട്ടോ, ഞാൻ ഇനി സീത എന്ത് തെറ്റ് ചെയ്താൽ പോലെ ഞാൻ അവളുടെ കൂടെ നിൽക്കുള്ളൂ. മനസ്സിലായോ? രാമനൊരു വാണി കൊടുക്കണം, നിന്റെ കൂടെ ഞാൻ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കും ഈ പയ്യന്റെ അച്ഛനമ്മയും ആ കുട്ടീനും സ്വന്തം മകളെക്കാളും കൂടുതൽ കാണണം. അത് എത്ര പേർക്ക് ഉണ്ടാവും? അത് നമ്മുടെ അമ്മമാർക്ക് ഉണ്ടാവില്ല. അത് വേണത്ര. അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. മകളെ പോലെ തന്നെ കാണണം എന്നുള്ളത്. അപ്പൊ സീതാദേവിക്ക് വലിയ സന്തോഷമായി. ശ്രീരാമൻ വിചാരിച്ചു, ഞാനിപ്പോ ഇങ്ങനെ ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഉപദ്രവിക്കുന്നേ പ്രശ്നമുള്ളൂ. കാരണം ഇതൊക്കെ വലിയ മര്യാദകളുടെ ഭാഗമാണ്. ജെന്റിൽനെസ്. ഇതൊക്കെ മാന്യന്മാർക്ക് ഒരു നിയമം വേണ്ട. മാന്യത ഇല്ലാത്തവർക്കാണ് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അപ്പടി ചെയ്യരുത്, ഇപ്പടി സംസാരിക്കുക, ഇതൊക്കെ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. മാന്യന്മാർക്ക് എന്താ നിയമം? ദൈവവാക്കുകൾ അവർക്കറിയാം ചെയ്യണം. അവർക്കൊരു കുഴപ്പം വന്നാൽ പോലും അവർ നിസ്സാരമായിട്ട് തള്ളിക്കളയും. അവർക്കത് അറിയാം, ഈ ലോക സ്വഭാവം ഇങ്ങനെയാണ്. ഇതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ പ്രതീക്ഷകളാണ് എല്ലാ പരാജയങ്ങൾക്കും എല്ലാ നിരാശകൾക്കും കാരണം. നമ്മൾ പ്രതീക്ഷകളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ പഠിക്കണമെന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു. പക്ഷെ അതൊന്നും നമുക്കില്ലല്ലോ. നമ്മൾ എപ്പോഴും എക്സ്പെക്ടേഷൻ ബ്രിങ്സ് ഇറ്റ്. ആക്ച്വലി അതെല്ലാം തന്നെ അവരത് പാലിക്കണമെന്നുണ്ടെങ്കിൽ അത് യോജിക്കും വിധം പുരുഷന്മാരത് ഫിറ്റ് ആണോ എന്നുള്ളതാണ് ഈ കലിയുഗത്തില്. ഇതിലൊരു മറുപടിയുള്ളൂ, പുരുഷന്മാർ ഫിറ്റാണോ അല്ലാതെ പാലിച്ചില്ല.